മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 65-ാം സങ്കീർത്തനം 9-ാം തിരുവാക്യം. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. ദൈവത്തിൻ്റെ നദി അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഭയിലുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ. ഇന്ന് ലോകമെമ്പാടും പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുകയാണ്. സഭയെ നയിക്കുന്നതും സഭയെ വളർത്തുന്നതും സഭയ്ക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ ആത്മനദിയാൽ നമ്മളും നിറയപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്ക് ദൈവത്തിൻ്റെ നദിയായി, ജീവനദിയായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹ നദിയായി, കൃപയുടെ നദിയായി, അഭിഷേക നദിയായി, വചന നദിയായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുകട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പ്രവചന ദൂതുകൾ നൽകണമേ. പ്രവചന വാക്കുകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ. വിവേകം നൽകണമേ. അത്ഭുതങ്ങൾ നൽകണമേ. മാനസാന്തരങ്ങൾ നൽകണമേ. ഹല്ലേലൂയ. എല്ലാം മറന്ന് കരമടിച്ച് ആത്മനിറവോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ അവിടെ ഏറ്റെടുക്കണമേ. 10,000 അഭിഷേകം ചെയ്യണമേ. ദൈവരാജ്യത്തിന്റെ വേലകൾക്ക് വേണ്ടി 1000 ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് അങ്ങ് പാടുകയാണ്. കം ഹോളി സ്പിരിറ്റ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാനസാന്തരങ്ങൾ വെളിപ്പെടട്ടെ. കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവേ, ആത്മാവേ വരിക, പരിശുദ്ധാത്മാവേ. നമ്മൾ കരമടിച്ചു പാടുന്നു. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധാത്മാവേ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ കണ്ടതുപോ അധികാരം പകരണമേ. ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. പരിശുദ്ധാത്മാവേ, പ്രവചനങ്ങൾ നൽകണമേ. ലോകത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, സഭയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഈ കാലഘട്ടത്തിന് ആവശ്യമായ പ്രവചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ,
ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ. പോലെ ഇറങ്ങണമേ, തീ പോലെ അഗ്നിനാവായി പതിയണമേ, പടരുക പരിശുദ്ധാത്മാവേ. കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹോളി സ്പിരിറ്റ്, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുവാൻ എല്ലാം മറന്ന് ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ തീയായി കത്തുക, ദൈവത്തിന്റെ കാറ്റായി അടിക്കുക. എല്ലാ പൈശാചികാധിപത്യങ്ങളും തകരട്ടെ, സാത്താൻ കോട്ടകൾ ഉടയട്ടെ, കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ജീവിതങ്ങൾ, കൂട്ടായ്മകൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. Come Holy Spirit. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവചനങ്ങൾ നൽകണമേ, പ്രൊഫസികൾ വെളിപ്പെടട്ടെ, പ്രൊഫസികൾ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശബ്ദം സഭയിൽ മുഴങ്ങട്ടെ. പരിശുദ്ധാത്മാവേ സഭയെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ ദേശങ്ങളെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ രാജ്യങ്ങളെ നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, രോഗശാന്തികൾ നൽകണമേ, ഡെലിവറൻസുകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ മനസ്സാന്തരങ്ങൾ നൽകണമേ. പ്രവചനത്തിന്റെ ആത്മാവായി, സ്പിരിറ്റ് ഓഫ് പ്രൊഫസിയായി ഞങ്ങളിൽ നിറയുക പരിശുദ്ധാത്മാവേ. ഞങ്ങളിലൂടെ സംസാരിക്കുക പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൂടെ പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഞങ്ങളെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിലേക്ക് പകരപ്പെട്ട ആത്മസാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, പരിശുദ്ധ അമ്മേ, വിശ്വാസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രവചന വാക്കുകളുടെ ശക്തിയെ കുറിച്ചാണ്. പ്രവചന വാക്കുകളുടെ ശക്തി. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് പ്രൊഫറ്റിക് വേർഡാണ്. ദൈവം സംസാരിക്കുന്നതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രവചന വാക്കുകളാണ്. നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധാത്മ അനുഭവം ലഭിക്കുവാൻ, നമ്മുടെ കൂട്ടായ്മകളും സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരുവാൻ പ്രവചന ദൂതുകൾ നമുക്കെല്ലാം ഇന്ന് ആവശ്യമാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ അപ്പോസ്തലനായ പത്രോസ് സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടി വിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോസ്തലനായ പത്രോസിലൂടെ എന്താണ് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്? പ്രവചന വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ ദൈവാരൂപി നമുക്ക് ആലോചന തരുന്നത്. ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് പ്രവാചക വചനം. പ്രവചന വാക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഈ വചനം വെളിപ്പെടുത്തുകയാണ്. അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന, അന്ധകാരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് പോലെയാണ് പ്രവചന വാക്കുകൾ. ഇന്ന് സഭയ്ക്ക് ഇതാണ് ആവശ്യം.
പ്രവചനം എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്, അത് ഭാവി പറയുന്ന ഒന്ന് മാത്രമല്ല. പ്രവചനം ദൈവം സംസാരിക്കുന്നതാണ്. എന്താണ് പ്രൊഫസി? ദൈവത്തിൻ്റെ സംസാരമാണ് പ്രവചനം. സഭയിൽ ഇന്ന് കർത്താവിൻ്റെ ശബ്ദമാണ് മുഴങ്ങേണ്ടത്. പ്രവചന വാക്കുകളാൽ സഭയെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുമ്പോൾ സഭയിലുള്ള സകല അന്ധകാരവും നീങ്ങുകയാണ്, ഇരുളുകൾ നീങ്ങുകയാണ്. പ്രവചന വാക്കുകൾ സഭയിൽ മുഴങ്ങിയില്ലെങ്കിൽ പതുക്കെ 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 സഭ അന്ധകാരത്തിലേക്ക് പോകും. ഈ ഒരു മുന്നറിയിപ്പാണ് പത്രോസ്ലീഹായുടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തരുന്നത്. സഭയിൽ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങണം. ഈ ശബ്ദത്തിൻ്റെ ശക്തി സഭയെ കൂടുതൽ കരുത്തുള്ളവളാക്കി മാറ്റും, സഭയെ കൂടുതൽ പ്രക്ഷോഭിതയാക്കും, സഭയെ കൂടുതൽ ഒരുക്കമുള്ളവളാക്കി കർത്താവിനെ ചേർന്ന മണവാട്ടിയാക്കി മാറ്റുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ കൂട്ടായ്മകളിലും ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത്. വെളിപാടിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ 1ഉം 2ഉം അധ്യായങ്ങളിൽ ആവർത്തിച്ച് നമ്മൾ കാണുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ നാളുകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുന്നുണ്ട്, കുടുംബങ്ങളോട് സംസാരിക്കുന്നുണ്ട്, സമർപ്പിത സമൂഹങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഈ തലമുറയോട് സംസാരിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഈ ശബ്ദമാണ് പ്രവചന വാക്കുകളായി ഇന്ന് വെളിപ്പെടുന്നത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമായിരിക്കുന്നത്. പ്രവചന വാക്കുകൾ വെളിപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? നമുക്കത് ആവശ്യമാണോ? നിശ്ചയമായും നമുക്കിന്നത് ആവശ്യമാണ്. അടുത്തൊരു ലെവൽ അനോയിൻറ്റിങ്ങിലേക്ക്, അഭിഷേകത്തിലേക്ക് നമ്മൾ വളരണമെങ്കിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തണമെങ്കിൽ, ഈ ശുശ്രൂഷകൾ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ, ഇതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ ശബ്ദം ജനത്തിന് കേൾക്കുവാൻ, അനുഭവിക്കാൻ കഴിയണം. ജെറമിയ പ്രവചനം 1-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പ്രൊഫറ്റിക് വേർഡിൻ്റെ 6 പ്രധാനപ്പെട്ട സവിശേഷതകൾ പരിശുദ്ധാത്മ കാണിച്ചു തരികയാണ്. ജെറമിയായെ നോക്കി കർത്താവ് സംസാരിക്കുക. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ രാജ്യങ്ങളുടെയും ജനതകളുടെയും മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. എന്തൊരു വചനമാണിത്! ജെറമിയായ കർത്താവ് അപ്പോയിന്റ് ചെയ്യാണ് ജനതകൾക്ക് പ്രവാചകനായിക്കൊണ്ട്. ഈ നിയോഗം ജെറമിയായ്ക്ക് കർത്താവ് കൊടുക്കുമ്പോൾ 6 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നാമതായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പിഴുതെറിയുവാൻ. പ്രവചന വാക്കുകളുടെ ശക്തിയിൽ എന്താ സംഭവിക്കുന്നത്? ചിലതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് പിഴുതുമാറ്റപ്പെടുകയാണ്. പിഴുതെറിയപ്പെടേണ്ട പലതും എൻ്റെ സഹോദര സഹോദരി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ രൂപാന്തരീകരണം, ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുകയാണ്. ഇന്ന് പിശാച് വിതച്ചിരിക്കുന്ന പല കളകളും നമ്മുടെ ജീവിതങ്ങളിലുണ്ട്. വെറുപ്പിൻ്റെ, മാത്സര്യത്തിൻ്റെ, അനൈക്യത്തിൻ്റെ, വിഭാഗീയതയുടെ, അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, അസൂയയുടെ, ജഡീകതയുടെ, ലോകമോഹങ്ങളുടെ എന്ന് വേണ്ട പലവിധ ആസക്തികളുടേതായ അനേകം കളകൾ. ഈ കളകൾ പിഴുതുമാറ്റപ്പെടുകയാണ്. നമുക്ക് നല്ലൊരു ഡെലിവറൻസ് പരിശുദ്ധാത്മ തരികയാണ്. എപ്പോൾ? പ്രവചന വാക്കുകൾ, ദൈവത്തിൻ്റെ ശബ്ദം അങ്ങ് മുഴങ്ങുമ്പോൾ കൂട്ട ഡെലിവറൻസ് ഉണ്ടാകും. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പരിശുദ്ധാത്മ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? സാത്താൻ കോട്ടകൾ തകരും,
കഠിന ഹൃദയങ്ങൾ തുറക്കപ്പെടും. നമ്മുടെ ഹൃദയങ്ങൾ മാംസളമായിട്ട് മാറാൻ തുടങ്ങും. അത്ഭുത രോഗശാന്തികൾ സംഭവിക്കും. കൂട്ട ഡെലിവറൻസുകൾ ഉണ്ടാകും. പൈശാചിക ശക്തികൾ തകർക്കപ്പെടും. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വലിയ വലിയ മിറാക്കിൾസ്, ഹീലിങ്സ് എല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മനിറവിലേക്ക് നമ്മളെല്ലാം ഉയരുവാൻ ഈ നാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പിഴുതെറിയുവാൻ സാമുവേൽ 1-ാം പുസ്തകം 10-ാം അധ്യായം 7-ാം വചനത്തിൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ് സാവൂളിനെ കുറിച്ച്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ ശക്തമായി ആവസിക്കും, നീയും അവരുടെ അടുത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. മറ്റൊരു മനുഷ്യനായി പിഴുതു മാറ്റപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പലവിധ നെഗറ്റീവായ അശുദ്ധിയുടെ, വെറുപ്പിൻ്റെ, ലോകമോഹങ്ങളുടെ, ജഡികാസക്തിയുടെ സകല കളകളും പിഴുതുമാറ്റപ്പെടുന്നു. രണ്ടാമത് എന്താ വചനം പറയുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, ഇടിച്ചു തകർക്കാനും. ചിലതൊക്കെ തകർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 43:14 പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. നമ്മുടെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന ചില പർവ്വതങ്ങൾ, പ്രതിബന്ധങ്ങൾ, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം തകർക്കപ്പെടുകയാണ്. എപ്പോൾ? പ്രവചന വാക്കുകൾ വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവ ശബ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല. എല്ലാം തകർക്കപ്പെടുകയാണ്. ഈ ബുൾഡോസർ കൊണ്ടുവന്ന് ചില കെട്ടിടങ്ങൾ ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് മാറ്റുന്നത് പോലെ ഇടിച്ചങ്ങ് തകർക്കും. കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ തിരിച്ചറിയണം. ഇടിച്ച് തകർക്കാൻ, നശിപ്പിക്കപ്പെടാൻ. നമ്മളിൽ പലതും കത്തിക്കരിഞ്ഞ് നശിച്ചു പോകണം. നമ്മുടെ കുടുംബങ്ങളിലുള്ള പല വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ, പൈശാചിക കുരുക്കുകൾ, സാത്താന്യ ആധിപത്യങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ തീ ഇറങ്ങി അതിനെല്ലാം കരിച്ചു കളയുമ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നാലാമത് പറയാണ്, തകിടം മറിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അടിമുടി മാറ്റുകയാണ് പരിശുദ്ധാത്മാവ്. എത്രയോ ആയിരങ്ങളെ ഇതിനുള്ള ബന്ധത്തിൽ നമുക്കൊക്കെ കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ച ജീവിതങ്ങൾ. അഞ്ചാമത് പറയാണ്, പണിതുയർത്തുവാൻ കർത്താവിന് വേണ്ടി, അവിടുത്തെ സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളാൽ നമ്മളെ പണിതുയർത്തുന്നു. പ്രവചനത്തിൻ്റെ ആത്മാവിനാൽ, ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ, വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ, അത്ഭുതത്തിൻ്റെ ആത്മാവിനാൽ, വിവേചനാത്മാവിനാൽ, പുതുഭാഷകൾ ആത്മാവിനാൽ, ആത്മാവിൻ്റെ ദാനഫല വരങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പണിതുയർത്തുകയാണ്. ഈ ഒരു പുതുക്കപ്പെടൽ ഇന്ന് നമുക്കെല്ലാം ആവശ്യമാണ്. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. തീരാത്ത ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ആറാമത് പറയാണ്, നട്ടുവളർത്താൻ വേണ്ടി ദൈവിക പുണ്യങ്ങൾ, ദൈവിക ഭാവങ്ങൾ, കർത്താവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിൽ ഇങ്ങനെ വളർത്തപ്പെടണം. പ്രവചന വാക്കുകൾ വെളിപ്പെടുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങ് പ്രവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തടസ്സങ്ങൾ അങ്ങ് മാറിപ്പോവാണ്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ, ദൈവരാജ്യത്തിന് വേലകൾ ചെയ്ത്, സുവിശേഷ വേലകൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, സുവിശേഷ വേലകളെ തടയുവാൻ, നമ്മുടെ പ്രാർത്ഥനകളെ തടയുവാൻ, ആത്മീയ ശുശ്രൂഷകളെ തടയാൻ ആവുന്നതെല്ലാം പിശാച് ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്, പൗലോസായ ഞാൻ നിങ്ങളെ പല പ്രാവശ്യം കാണാൻ ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. അപ്പോൾ പിശാചിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് തടസ്സപ്പെടുത്തുക. ദൈവരാജ്യത്തിൻ്റെ വേലകളെ തടസ്സപ്പെടുത്തുക, ആത്മീയ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുക, പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുക, സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറുന്ന കൂട്ടായ്മകളെ തടസ്സപ്പെടുത്തുക, അതിനെ കലക്കിക്കളയുക. ഇതിനു വേണ്ട കാര്യങ്ങളെല്ലാം പിശാച് ചെയ്യും. അനാവശ്യമായി സാത്താൻ ഉണ്ടാക്കുന്ന, മാനുഷിക ശക്തികൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളെ പ്രവചന വാക്കുകൾ മാറ്റിക്കളയുന്നു. നിങ്ങൾ ആരും സംശയിക്കേണ്ട, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. എസ്രയുടെ പുസ്തകം
4-ാം അധ്യായം 23-24 വചനങ്ങൾ ശ്രദ്ധിക്കണം. ജെറുസലേം ദേവാലയത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മാണം നിർത്തിവെക്കുവാൻ രാജാവിനെ സ്വാധീനിച്ച് ഇതിന് വിരോധികളായ മനുഷ്യരെ അവരിതിനു വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് ജെറുസലേം ദേവാലയത്തിനെ പണി നിർത്തിവെക്കുവാനുള്ള വിധി രാജാവിൽ നിന്ന് വാങ്ങുകയാണ്. അങ്ങനെ പണി അവിടെ സ്റ്റോപ്പ് ചെയ്തു. ജെറുസലേം ദേവാലയത്തിന് പണി തടസ്സപ്പെട്ടു പോയി. ഈ സമയത്ത് എന്താ ഉണ്ടായത്? നിങ്ങൾ വചനം ശ്രദ്ധിക്കുക. ആർത്തക്സസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായിച്ചു കേട്ട റഹൂമും കാര്യദർശിയായ ഷിംഷിയായും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന് പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ 2-ാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു. ജെറുസലേം ദേവാലയത്തിൻ്റെ പണി അങ്ങ് തടസ്സപ്പെട്ടു പോയി. ദൈവവേല തടസ്സപ്പെട്ടു പോയി. എന്താ സംഭവിച്ചത്? കർത്താവ് 2 പ്രവാചകർ അഭിഷേകം ചെയ്ത് അങ്ങ് ഉയർത്തി. ഹഗ്ഗായി പ്രവാചകനും സക്രിയ പ്രവാചകനും. ഈ പ്രവാചകരിലൂടെ പ്രവചന വാക്കുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ വചനം കൂടി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പ്രവാചകന്മാരായ ഹഗ്ഗായിയും ഇദോയുടെ മകൻ സക്രിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ യൂദയായിലും ജെറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു. ഷയാൽതീയേലിൻ്റെ മകൻ സുറുബാബേലും യസോദാക്കിൻ്റെ മകൻ യെശൂവായും ജെറുസലേമിൽ ദേവാലയത്തിന് പണി പുനരാരംഭിച്ചു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? വർഷങ്ങളായി ജെറുസലേം ദേവാലയത്തിൻ്റെ പണി തടസ്സപ്പെട്ട് അത് ആരംഭിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. പ്രവാചകരായ ഹഗ്ഗായിലൂടെയും സക്രിയായിലൂടെയും ദൈവത്തിൻ്റെ ദൂതുകൾ വെളിപ്പെടുകയാണ്. പ്രവചന വാക്കുകൾ വെളിപ്പെട്ടപ്പോൾ ആ തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് അങ്ങ് ഇടിച്ചു തകർത്തു. ആ തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് പിഴുതു കളഞ്ഞു. ദേവാലയത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുകയാണ്. പ്രവാചകരും അവരെ സഹായിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? തടസ്സങ്ങൾ മാറിപ്പോവാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം മുന്നോട്ട് പോകാൻ കഴിയാതെ 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ട് മാറി വളരെ ഭാരപ്പെട്ട് ജീവിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. എൻ്റെ സഹോദര സഹോദരി, കർത്താവ് ദൂത് പറയുകയാണ്. എന്താണ് ദൂത്? ദൈവത്തിൻ്റെ വാക്കുകൾ വെളിപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ മാറ്റപ്പെടുന്നു. നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ പരിശുദ്ധാത്മാവ് പിഴുതു കളയുന്നു. പ്രവചന വാക്കുകളുടെ ശക്തി മനസ്സിലാക്കി നമ്മൾ അതിനായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതിൽ തന്നെ മറ്റൊരു കാര്യമാണ്, പ്രവചന വാക്കുകൾ വെളിപ്പെടുമ്പോൾ അത് സൃഷ്ടിക്കുവാനുള്ള പവർ അതിനുണ്ട്. ക്രിയേറ്റിംഗ് പവർ അതിനുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനം എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. ഉടനെ വെളിച്ചമുണ്ടായി. ദൈവം സംസാരിക്കുക. ഇതാണ് പ്രൊഫറ്റിക് വേർഡ്. ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങി, വെളിച്ചമുണ്ടാകട്ടെ. ഉടനെ സൃഷ്ടി നടക്കുകയാണ്. അതൊരു വെളിച്ചില്ലായിരുന്നു. ഇതാ സൃഷ്ടി നടന്നു, വെളിച്ചമുണ്ടായി. 147-ാം സങ്കീർത്തനം 15-ാമത്തെ വചനത്തിൽ വചനം പറയുന്നു, കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട വാക്കായത്. കർത്താവ് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ വചനം അങ്ങ് ആക്റ്റീവാണ്. വചനം അങ്ങ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ദൈവം പറയുന്നതൊന്നും പാഴായി പോവുകയില്ല. ദൈവം പറയുന്നതൊന്നും നിറവേറപ്പെടാതിരിക്കില്ല. അത് നിറവേറ്റുവാനുള്ള പവർ ദൈവത്തിൻ്റെ വാക്കുകൾക്കുണ്ട്, അവിടുത്തെ വചനത്തിനുണ്ട്. വചനം പാഞ്ഞു വരികയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട്. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 18-ാമത്തെ വചനം എന്നെ സ്വാധീനിച്ചൊരു വചനമാണത്. കർത്താവ് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. കർത്താവ് കൽപ്പിക്കുമ്പോൾ
അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു, അവിടുത്തെ പദ്ധതികൾ നിറവേറുന്നു, അവിടുത്തെ സ്വപ്നങ്ങൾ നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുവാൻ ഒരു തിന്മയ്ക്കും ഒരു മാനുഷിക ശക്തിക്കും സാധ്യമല്ല എന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. സൃഷ്ടിക്കാനുള്ള പവർ പ്രവചനവാക്കുകൾക്കുണ്ട്. പ്രവചനവാക്കുകൾ വെളിപ്പെടുമ്പോൾ വീണ്ടും നമുക്ക് അനുതാപം ഉണ്ടാവുകയാണ്, വലിയ അനുതാപം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാനസാന്തര അനുഭവം ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതം കർത്താവിനായി രൂപാന്തരപ്പെടുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം. ഊറിയയുടെ ഭാര്യയായ ബത്ശബയുമായി ദാവീദ് മഹാപാപം ചെയ്തു. ദാവീദിനെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് പ്രവാചകനായ നാഥാനെ ദാവീദിന്റെ അരികിലേക്ക് വിടുകയാണ്. പ്രവാചകൻ ചെന്ന് പറയും, ഒരു ഉപമയിലൂടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അവസാനത്തിൽ പറയും, ആ മനുഷ്യൻ നീ തന്നെ. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്, ദൈവത്തിന്റെ ശബ്ദമാണത്. ദാവീദിന്റെ മുഖത്ത് നോക്കി പ്രവാചകനായ നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, നീ തന്നെയാണ് ആ മനുഷ്യൻ. ഉടനെ ദാവീദിന് അനുതാപമുണ്ടായി. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ വചനം പറയാണ്, കർത്താവിന്റെ സന്നിധിയിലെ ഹൃദയം നൊന്ത് ദാവീദ് നിലവിളിച്ചു. അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, പൊട്ടിത്തകർന്ന് പ്രാർത്ഥിച്ചു. പ്രവചന വാക്കുകൾ വെളിപ്പെട്ടപ്പോൾ ആഴമേറിയ അനുതാപമുണ്ടായി, പാപബോധമുണ്ടായി, മാനസാന്തരമുണ്ടായി. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രവചന വാക്കുകളുടെ പവർ മനസ്സിലാക്കി ഈ പ്രൊഫറ്റിക് വേർഡ് സഭയിൽ മുഴങ്ങാൻ, നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങുവാൻ, നമ്മുടെ കൂട്ടായ്മകളിലും ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം ഈ പ്രവചന വാക്കുകൾ തീ പോലെ കത്തുവാൻ, ഇത് ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഈ തലമുറയെ വിശുദ്ധീകരിക്കാൻ, ലോകം മുഴുവനിലും ഈ ശക്തിയുടെ വ്യാപാരമുണ്ടാകാൻ നമ്മളങ്ങ് മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവ് നൽകിയ ഈ ദൂത് ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി തിരുവോസ്തിയായി ഞങ്ങളുടെ മധ്യ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു പ്രവചന വാക്കുകളുടെ ശക്തിയെക്കുറിച്ച്. പ്രവചന വാക്കുകൾ വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ജനങ്ങളിലേക്ക് ചലിക്കുകയാണ്. ഈ ശക്തിയാൽ നമ്മളെല്ലാം ഈ സമയം പൂരിതമാകുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, പ്രവചന വാക്കുകളാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തളർന്നു പോയിരിക്കുന്ന, മടുത്തു പോയിരിക്കുന്ന, ക്ഷീണിച്ചു പോയിരിക്കുന്ന, ദൈവവേലയിൽ നിന്ന് പിന്മാറിപ്പോയിരിക്കുന്ന പതിനായിരങ്ങളെ അങ്ങയുടെ വാക്കുകളാൽ ഈ സമയം ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്ഭുത രോഗശാന്തികള്, പരിശുദ്ധാത്മാവേ, അത്ഭുത ഡെലിവറൻസുകള്, പരിശുദ്ധാത്മാവേ, അത്ഭുത മാനസാന്തരങ്ങള് ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി, അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകുന്ന ആശീർവാദത്തിനായി നന്ദി 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 ഈശോയെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ആനന്ദത്തോടെ സുവിശേഷ വേല ചെയ്യുക. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാ.